അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമാണ് ഈ ഒരു എപ്പിസോഡുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ്റെ പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് അവസാനം നമ്മൾ ചർച്ച ചെയ്തത്. അബ്ദുൽ മുത്തലിബിന് 10 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഈ ആൺമക്കളുടെ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന് ഏറെ പ്രിയം നിറഞ്ഞ ഒരു മകനാണ് അബ്ദുള്ള. ദബീഹ്, അതായത് ബലിയർക്കാൻ വിധിക്കപ്പെട്ടവൻ എന്നും ഈ മകൻ അറിയപ്പെടുന്നത് കാണാൻ സാധിക്കും. ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അതിൻ്റെ പിന്നിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നതായി കാണാം. അബ്ദുൽ മുത്തലിബിന് 10 ആൺമക്കളായ സമയത്ത് അദ്ദേഹം ആ ആൺമക്കളിൽ ഒരാളെ അള്ളാഹുവിന് വേണ്ടി ബലിയർക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ എല്ലാ മക്കളുടെയും പേരെഴുതി നറുക്കിടുന്നു. അതിൽ നിന്ന് അബ്ദുള്ളയുടെ പേര് ലഭിക്കുന്നു. കരാറ് പാലനത്തിലും വാക്ക് പാലിക്കുന്നതിലുമേറെ ശ്രദ്ധ കാണിച്ചിരുന്ന അബ്ദുൽ മുത്തലിബ് ഈ അബ്ദുള്ള എന്ന തൻ്റെ മകനെ ബലിയറുക്കാൻ നിശ്ചയിക്കുകയും എന്നാൽ ഖുറൈശികൾ അദ്ദേഹത്തെ തടയുകയും പിന്നീട് 100 ഒട്ടകത്തിന് പകരമായി അദ്ദേഹത്തെ ബലിയറുക്കാതിരിക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ കാണാം. അത്തരത്തിൽ ബലിയറുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന അർത്ഥത്തിലാണ് ദബീഹ് എന്ന് അദ്ദേഹത്തെ ചരിത്രത്തിൽ പേര് വിളിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അബ്ദുള്ള മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബിന് ഏറെ പ്രിയങ്കരനായ മകനായിട്ടാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിവാഹപ്രായമെത്തിയ സമയത്ത് അറബികളിലെ കുലീനയും കുടുംബമഹിമയുമുള്ള ഒരു സ്ത്രീയെ തന്നെ അബ്ദുള്ളയുടെ ഇണയായി സ്വീകരിക്കണമെന്നൊരു വാശി അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നു. അങ്ങനെ വഹബ് ബിനു അബ്ദി മനാഫ് എന്ന അറബികളിലെ ഖുറൈശികൾക്ക് ഉള്ളിലെ പ്രധാനിയായൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മകളായിരുന്ന ആമിനയെ തൻ്റെ മകന് വേണ്ടി വിവാഹം അന്വേഷിക്കുകയും അങ്ങനെ ആമിനയെ അബ്ദുള്ളയുടെ വധുവായി സ്വീകരിക്കുകയും ചെയ്തു എന്നത് ചരിത്രമാണ്. വിവാഹം കഴിഞ്ഞു. അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം അബ്ദുള്ളയെ ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടി ഷാമിലേക്ക് അബ്ദുൽ മുത്തലിബ് പറഞ്ഞയക്കുകയാണ്. ഈ ഒരു യാത്രയിലാണ് അബ്ദുള്ളയുടെ മരണം സംഭവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 രൂപത്തിൽ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്, ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടി ഷാമിലേക്ക് അബ്ദുള്ള പുറപ്പെടുകയും കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും മദീനയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു ചരിത്രം. രണ്ടാമത്, ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് അബ്ദുള്ളയെ മദീനയിൽ നിന്ന് ഈത്തപ്പഴം വാങ്ങുന്നതിന് വേണ്ടി അബ്ദുൽ മുത്തലിബ് പറഞ്ഞയക്കുകയും അങ്ങനെ മദീനയിലെത്തിയ സമയത്ത് അവിടെ രോഗബാധിതനാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തു തന്നെയായാലും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിന് മുമ്പ് തന്നെ അബ്ദുള്ള മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രബലമായ അഭിപ്രായം. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അബ്ദുള്ള മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നി ആമിന ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ ആ ഗർഭിണിയായ ആ സ്ത്രീ തൻ്റെ മകനെ നല്ലൊരു മാതൃകാ പുരുഷനായും പിതാവിൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നൊരു മകനായും വളർത്തണമെന്ന് നിശ്ചയിക്കുന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം ആനക്കലഹ വർഷം തന്നെ റബീഉൽ അവൽ മാസത്തിലാണ് നടന്നത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ദമ്പതികൾക്ക് മുഹമ്മദ് എന്ന മകൻ ജനിക്കുമ്പോൾ ആ ജന്മം നടന്ന ദിവസം, മാസം, അതുപോലെ വർഷം, ഇതിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ ചരിത്രത്തിൽ കാണാൻ പറ്റും. എങ്കിലും തിങ്കളാഴ്ച ദിവസമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമെന്ന് നമുക്ക് ഗണ്യതമായി പറയാൻ സാധിക്കും. കാരണം
പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ദാലിക യൗമുൻ വുലിത്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണ് അത് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. എങ്കിലും അദ്ദേഹം ജനിച്ച മാസം ഏതാണ്, അതുപോലെ ദിവസം ഏതാണ് എന്നതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. റബീഉൽ അവ്വൽ 9 റബീഉൽ അവ്വൽ 12 എന്നൊക്കെ ആ കൂട്ടത്തിൽ അഭിപ്രായങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന അബ്ദുള്ള ദമ്പതികൾക്കുള്ള മകനായി ഈ ലോകത്ത് ജനിക്കുന്നു. ആ മകന് പേര് മുഹമ്മദ് എന്ന നാമമാണ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നൽകിയത്. അതല്ല, പേര് നൽകിയത് ഉമ്മയാണ് എന്നും അഭിപ്രായം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. എന്താണ് എങ്കിലും അറബികളുടെ ആചാരപ്രകാരം ചെറുപ്രായത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചലാകർമ്മം നടത്തുകയും ഈ മകൻ ജനിച്ച സന്തോഷത്തിൽ മകനുമായി കഅബയുടെ അടുത്തേക്ക് ചെന്ന് അബ്ദുൽ മുത്തലിബ് പേരക്കുട്ടിയുടെ വിഷയത്തിൽ പ്രാർത്ഥിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ജനിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പിതാവില്ലായിരുന്നുവെങ്കിലും അനാഥനായിക്കൊണ്ടാണ് ജനിച്ചത് എങ്കിലും പിതാമഹൻ്റെ സംരക്ഷണത്തിൽ മാതാവിൻ്റെ തണലിൽ ആ നാട്ടിലെ ഒരു പ്രമുഖനായി തന്നെ വലിയൊരു കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് തന്നെ വളർന്നു വന്നു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നും കൂടി ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ എപ്പിസോഡിൽ ആഡ് ചെയ്യേണ്ട ഭാഗമാണ്. അനാഥനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വളർന്നുവെന്ന് നമ്മൾ സൂചിപ്പിച്ചുവല്ലോ. ഈ പ്രവാചകൻ്റെ പ്രായത്തിലെ ഈ അനാഥത്വവുമായി ബന്ധപ്പെട്ട സൂചന പിന്നീട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ദുഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് വിവിധ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദാരിദ്ര്യ കാലഘട്ടം, തണലില്ലാതെ ജീവിച്ച കാലഘട്ടം, ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അലം യജിദ്ക യതീമൻ ഫആവ, താങ്കളെ ഒരു യതീമായി ഞാൻ കണ്ടെത്തുകയും പിന്നീട് സംരക്ഷണം നൽകുകയും ചെയ്തില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് കാണാൻ സാധിക്കും. പിതാമഹൻ അബ്ദുൽ മുത്തലിബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്തത്. മാതാവിൻ്റെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ ആ ഉമ്മ ആമിന ബീവി അദ്ദേഹത്തെ പരിചരിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അറബികളുടെ ഒരു ശൈലിയാണ് മക്കളെ മുലകുടിക്കുന്നതിനു വേണ്ടി ഗ്രാമങ്ങളിലേക്ക് അയക്കുക എന്നുള്ളത്. കാരണം നാഗരികതയുടെ പ്രശ്നങ്ങളിൽ നിന്നും അറബി ഭാഷയിൽ മറ്റു ഭാഷകൾ ഇടകലരുന്നതിൽ നിന്നും രക്ഷപ്പെട്ട് ശുദ്ധമായ അറബി ഭാഷ സംസാരിക്കാനും അറബികളുടേതായ തനിമയാർന്ന സംസ്കാരം തങ്ങളുടെ മക്കളിൽ ഉണ്ടായെടുക്കാനും ആരോഗ്യത്തോടു കൂടി അവർ വളർന്നു വരുന്നതിനും വേണ്ടി നഗരങ്ങളിൽ ജീവിച്ചിരുന്ന അറബികളാണ് ഈ ഒരു കർമ്മം ചെയ്തു വന്നിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന് മുലയൂട്ടുന്നതിനു വേണ്ടി അബ്ദുൽ മുത്തലിബ് വിവിധങ്ങളായ ആളുകളെ അന്വേഷിക്കുകയും ബനു സഅദ് ഗോത്രത്തിലെ അബൂ കബിഷ എന്ന ഹാരിസ് ബിനു അബ്ദുൽ ഉസ്സയുടെ ഭാര്യ ഹലീമ ബിൻത്ത് സഅദിനെ തൻ്റെ പേരക്കുട്ടിക്ക് മുലയൂട്ടുന്നതിന് വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഈ ഒരു ഹലീമ ബീവിയുടെ അടുത്തേക്ക് മുലയൂട്ടുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുന്നതിന് മുമ്പ് ആദ്യമായി മാതാവിനു പുറമെ പ്രവാചകന് മുലപ്പാൽ നൽകിയത് സുവൈബ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയാണ്. പ്രവാചകൻ്റെ പിതൃവ്യനും പിന്നീട് ശത്രുപക്ഷത്ത് നിലയുറപ്പിക്കുകയും ചെയ്ത അബൂലഹബിൻ്റെ അടിമ സ്ത്രീയായിരുന്നു സുവൈബ എന്ന് പറയുന്നത്. ഈ സുവൈബയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് പ്രവാചകന് തന്നെ പിതൃവ്യനായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവും ആ സ്ത്രീയിൽ നിന്ന് മുലപ്പാൽ സ്വീകരിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ നിലക്ക് പ്രവാചകൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ കൂടിയാണ് ഹംസ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് അബ്ദുൽ ഉസയുടെ ഭാര്യ ഹലീമ ബിൻത്ത് സഅദിൻ്റെ അടുത്തേക്ക് ബനു സഅദ് ഗോത്രത്തിലേക്ക്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടുന്നതിന് വേണ്ടി പറഞ്ഞയച്ച സന്ദർഭത്തിൽ അവിടെ ഒരുപാട് അമാനുഷിക സംഭവങ്ങളും ചരിത്ര സംഭവങ്ങളും നടന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് സൂചിപ്പിക്കാം. ഈ ഒരു ഹലീമ ബിൻത്ത് സഅദ് എന്ന മഹദിയിൽ നിന്ന് മുലയൂട്ടിയതിൻ്റെ അനന്തരഫലമായി പ്രവാചകൻ്റെ സഹോദര ബന്ധങ്ങളായി വന്ന 3 പേരുണ്ട്. ഇത്തരത്തിലുള്ളവരെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരങ്ങൾ എന്ന നിലക്കാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അബ്ദുള്ള, അനീസ, ഷെയ്മ എന്നീ 3 പേരുകളാണ് അവർ. പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവിയുടെ അടുത്തേക്ക് മുല കുടിക്കാൻ ചെന്ന സന്ദർഭത്തിൽ അവിടെ പ്രവാചകൻ്റെ തന്നെ പിതൃവ്യനായിരുന്ന ഹാരിസിൻ്റെ മകൻ അബൂ സുഫിയാനും ഇതേ സമയത്ത് ഉണ്ടായിരുന്നു എന്നത് കാണാൻ സാധിക്കും. പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ മരണം പ്രവാചകൻ്റെ പ്രായത്തിൽ തന്നെയാണ് സംഭവിച്ചത്. 6ാമത്തെ വയസ്സെത്തുന്ന സമയത്ത് പ്രവാചകനുമായി ആമിന ബീവി മദീനയിലെ തൻ്റെ മകൻ്റെ അമ്മാവന്മാരുടെ അടുത്തേക്ക് യാത്ര തിരിക്കുന്നു. ആ യാത്രയിൽ അവിടെ എത്തി തിരിച്ചു വരുന്നതിനിടയ്ക്ക് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആമിന മരണപ്പെടുകയും പിന്നീട് അവരവിടെ തന്നെ കബറടക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആമിനയുടെ ഭൃത്യയായിരുന്ന ഉമ്മു ഐമൻ മുഹമ്മദിനെ മക്കയിലേക്ക് എത്തിക്കുകയും അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിൽ പിന്നീട് അദ്ദേഹം വളരുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ വിശദമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.